അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വിൻസറിന്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 100% ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു ഹൈ റേഞ്ച് ഒക്കെ ഒന്ന് പോയി നോക്കാം. ഹൈ റേഞ്ചിലൊക്കെ എന്ത് റേഞ്ച് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 1% ഇപ്പോൾ 100% നമ്മൾ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തത്. അപ്പോൾ 1% നമുക്കൊരു 5.6 കിലോമീറ്റർ കിട്ടി. പിന്നെ അതുപോലെ നമ്മളൊരു ഹൈ റേഞ്ച് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ നേരെ നമുക്കൊരു മൂന്നാറിലേക്ക് പോകാം. അപ്പൊ നമുക്ക് കണ്ടോ 1% നമുക്ക് 5 കിലോമീറ്റർ വീതമാണ് കിട്ടുന്നത്. 5.2 അപ്പൊ 10.2 ആയി. ഇപ്പൊ ആദ്യത്തിൽ 5.6 കിട്ടിയപ്പോൾ ഒരു 10.2 വരെ എത്തി. 98% അപ്പൊ ഇവിടെ ഒരാൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഷിജുവിനെ ചേട്ടായി വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പള്ളിയുടെ അവിടെ എത്തി. അതുപോലെ നമുക്ക് ഇനി 138 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക്. 3 മണിക്കൂറും 54 മിനിറ്റാണ് നമ്മുടെ ട്രാവൽ വരുന്നത്. എന്തായാലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും റേഞ്ചും ടെസ്റ്റ് ചെയ്യാം. നമ്മളിങ്ങനെ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു അടിപൊളി ഒരു സംഭവം കണ്ടത്. ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നി. സംഭവം കൊള്ളാം, നൈസ്. ഇത് ഏതൊരു വണ്ടി എസ്റ്റീമിനടുത്ത് മോഡിഫൈ ചെയ്താണോ ഏത് സംഭവം ഒന്നും മനസ്സിലായി. എസ്റ്റീമാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഡോർ സൈഡൊക്കെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫ്രണ്ടിലെ സൈഡ് കാണുമ്പോൾ സ്കോർപ്പിയോടെ പോലും തോന്നുന്നുണ്ട്. ബാക്കിലെ ലൈറ്റ് സഫാരിയുടെ ആണ്. സംഭവം കൊള്ളാം, നൈസ്. ഇപ്പൊ തൊടുപുഴയിലാണ് ഇപ്പൊ നമ്മൾ ഇത് കാണുന്നത്. തൊടുപുഴയിൽ എന്താ കാർ മോഡ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. തൊടുപുഴയിലാണ്. ഇനി നമുക്കൊരു 84 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ 64 കിലോമീറ്റർ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തു. ഇനി 83% ബാക്കിയുണ്ട്. അതിൽ 264 കിലോമീറ്റർ ആണ് നമുക്കതിൽ കിട്ടുന്ന റേഞ്ച് കാണിക്കുന്നത്. നമ്മൾ ഇത്ര നേരം നോർമൽ മോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. കിലോമീറ്റർ ഓടി വണ്ടി. ഇനി ബാക്കി 236 റേഞ്ച് കാണിക്കുന്നത്. അപ്പൊ ഒരു 325 നമുക്കിപ്പോ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ലെവലിൽ പോകുമ്പോൾ നമുക്കൊരു 325 വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ കുറെ കയറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പോയി. കയറ്റം ഉണ്ടായിരുന്നു, ഇറക്കം ഉണ്ടായിരുന്നു. പിന്നെ റോഡ് നല്ല റോഡാണ്, അതുകൊണ്ടും വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ നമ്മൾ അധികം ഒരു 65-70 കിലോമീറ്റർ വേഗതയും പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അല്ലാതെ അധികം ആക്സലറേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് 325 വരെ നമുക്കിപ്പോ ഈ ഒരു ലെവലിൽ കിട്ടുന്നത്. അപ്പോ ഇനി നേരിയമംഗലം പാലമാണ് ഈ കാണുന്നത്. എന്താ പുതിയ പാലം, എന്താ ലെഫ്റ്റ് സൈഡിൽ തന്നെ പുതിയ പാലം. ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ പഴയ പാലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പഴയ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ പാലത്തിന്റെ ഒരു വർക്ക് പോലും നമ്മൾ അന്ന് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് ഇത്രയും പെട്ടെന്ന് ഇത്രയൊക്കെ ആയോ? അടിപൊളി, സമ്മതിക്കണം. അപ്പൊ ആ പാലം വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ വീതി കൂടും. ഇതിപ്പോ ഒരു വീതി കുറവാണ്. വലിയ 2 വണ്ടികൾ വരുമ്പോൾ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് തന്നെ ഉണ്ടോ അത്യാവശ്യം നല്ല സൈഡ് ചേർക്കേണ്ട ഒരു അവസ്ഥയാണ്. നല്ല ബ്ലോക്കാണ്. കണ്ണാടി കണ്ടോ, കറക്റ്റ് ആണ്. കണ്ടോ വണ്ടി പോകുന്നുണ്ടോ? നമ്മള് കണ്ണാടി മടക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ നമ്മുടെ മിററായിട്ട് പോയേനെ. ഇതിന്റെ വേറൊരു നെഗറ്റീവ് പറഞ്ഞു അത് കണ്ടോ, മിറർ പെട്ടെന്ന് മടക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ സ്ക്രീനാണ്. വേറെ ഫിസിക്കൽ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും മിറർ മടക്കുന്നതിനില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കണം. ORVM ഫോൾഡ് ഇത് ചെയ്യുമ്പോൾ നമ്മളെ മിറർ ഇതുപോലെ മടങ്ങും. അല്ലാതെ വേറെ സ്വിച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ഇതിനകത്താണ്. ഇപ്പൊ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓണാവും ചെയ്യും. നമ്മുടെ മെയിൻ ടൂൾ ഇതിനകത്ത് ഉണ്ടോന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ടെൻഷനാണ്. വിൻസറുമായിട്ട് പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ്. വിൻസറുമായിട്ട് പോകുന്നവരെല്ലാരും ഒരു 10ന്റെ സ്പാനർ കൈകൊണ്ട് നടന്നോണം. ഇനി പുറത്തും DC ചാർജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അടിമാലി ടൗൺ എത്തി. അടിമാലി ടൗണിൽ ഇപ്പോൾ ഒരു ഗോയീസർ ചാർജ് സ്റ്റേഷനും കണ്ടു. നമ്മളെ ചാർജിങ് മോഡിന്റെ ഒരു ചാർജ് സ്റ്റേഷൻ ഞാൻ കണ്ടു. അപ്പൊ ഇലക്ട്രിക്കൽ വണ്ടിയായിട്ട് വരുന്നവർക്ക് ഇവിടെ 2 ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു ചാർജ് മോഡും ഉണ്ട്, ഒരു ഗോയീസും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എന്തായാലും മൂന്നാർ എത്തിയിട്ടുള്ളൊരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. മൂന്നാറിലൊരു ചാർജ് മോഡ്. അപ്പൊ അങ്ങോട്ടേക്കാണ് ആദ്യം പോകാനുള്ള പ്ലാന്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷൻ ഇല്ലല്ലോ. ഇത് 10ന്റെ സ്പാനർ എടുക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ അതേപോലെ തിരിച്ചു പോരേണ്ടി വന്നാൽ അതുപോലെ അങ്ങ് പോരും. ചാർജർ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ചാർജ് ചെയ്യും, പിന്നെ മൂന്നാർ കാണും. അതൊക്കെ തന്നെയാണ് പ്ലാന്. ഒക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പൊ നമ്മൾ അടിമാലി ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാറിലേക്ക് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ എത്തുന്നു തോന്നുന്നു.
ഇപ്പൊ നമ്മുടെ റേഞ്ച് അടിമാലി എത്തിയപ്പോൾ നമ്മുടെ റേഞ്ച് പറഞ്ഞാൽ 57% ബാറ്ററി കാണിക്കുന്നത്. ഒരു 150 കിലോമീറ്റർ ഓടും എന്നും കാണിക്കുന്നു. 122 കിലോമീറ്റർ ഇപ്പൊ നമ്മൾ ഓടി. അപ്പൊ നമ്മൾ കയറ്റം കയറിയത് കൊണ്ടും ഇതൊക്കെയായിട്ട് കുറച്ച് റേഞ്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റേഞ്ച് കറക്റ്റ് നോക്കാം. അവിടെ എത്തിയിട്ട് നമുക്ക് എത്ര പേര് കിട്ടുന്നുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ മൂന്നാറിലെ ചാർജിങ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. അവിടെ ഇപ്പോൾ ഒരു 3 വണ്ടി ഉണ്ട്. അപ്പൊ ആ വണ്ടി എടുക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ വണ്ടി എടുത്തോണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കയറ്റാനായിട്ട്. ചാർജ് എടുത്താൽ മതിയായിരുന്നു. 10ന്റെ സ്പാനർ ഉപയോഗിക്കാതെ ചാർജ് എടുക്കുമോ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ബാക്കി ചാർജ് പറയുന്നത് 152 കിലോമീറ്റർ ഓടി 34%. ഇനി 108 കിലോമീറ്റർ ഓടാനുള്ള ബാക്കിയുള്ളൂ. ഗണ്ണ് വന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട് ചാർജിങ് കട്ട് ചെയ്യണം. നമ്മളെ ചാർജ് എടുത്തു കേട്ടോ. എന്തോ ഭാഗ്യം. EV കാർ വാങ്ങിയുള്ളൊരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണത്. വണ്ടി കുത്തിയിട്ട് നമ്മളത് അതുപോലെ ഇങ്ങനെ വല്ല മരത്തിൻ്റെ താഴെയോ വല്ല തണലത്തൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ വല്ല ഹോട്ടലും കാര്യങ്ങളും നോക്കി ഇനി പോകണം. അപ്പോൾ അതിനോണ്ടിരിക്കുകയാണ്. വണ്ടി ഫുൾ ചാർജ് ആയിട്ട് വേണം നമുക്ക് പോകാൻ. ഇത് മൂന്നാർ ടൗണിൽ തന്നെയാണ് സിഹില എനർജി EV ചാർജിങ് സ്റ്റേഷൻ. ഇവിടെ ഒരു 3 ഗണ്ണുണ്ട്. അതുപോലെ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നതിന് ധർമ്മക്കാർക്ക് പൈസ കൊടുക്കണതാണല്ലോ. നമ്മൾ വണ്ടി കുത്തിയ സമയത്ത് 33% അത് 38%. ചാർജ് ആകാൻ കുറച്ച് സമയമുള്ളത് കൊണ്ട് നമ്മളിതാ ഇവിടെ ഈ ഹോട്ടലിൽ തന്നെ ഒരു ചെറിയൊരു പാർക്ക് ഇങ്ങനെ വെറുതെ ഇതിലൂടെ ഒന്ന് നടക്കാം. കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആയിക്കൂടെ ഒന്ന് നടക്കുന്നു. എന്തായാലും ചാർജ് ആകാൻ കൂടെ സമയമുണ്ടല്ലോ. അപ്പോൾ ചാർജ് ആവുന്ന വരെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയുണ്ടേ. നമ്മുടെ വണ്ടി ഇപ്പോൾ 61% ചാർജായി. 33%-ലായിരുന്നു നമ്മൾ കുത്തിയത്. ഇപ്പോൾ 21 മിനിറ്റും 16 സെക്കൻഡും ആയി നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ചാർജ് ചെയ്യുന്ന പവർ 42.36 കിലോ വാട്ടാണ്. എനർജി നമ്മൾ യൂസ് ചെയ്ത എനർജി 12.37 കിലോ വാട്ട് നമ്മളിപ്പോൾ എനർജി നമ്മൾ വണ്ടിക്ക് വേണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. 60 കിലോ വാട്ടിൻ്റെ ഗണ്ണാണ് മൂന്നാറിൽ. അപ്പോൾ വണ്ടി 98% ചാർജായി. 43 മിനിറ്റും 16-17 സെക്കൻഡും ആയി. പിന്നെ ചാർജിങ് പവർ ഇപ്പോൾ 21 എടുക്കുന്നത്. എനർജി നമ്മളിപ്പോൾ ടോട്ടൽ 24.53 കിലോ വാട്ട് നമ്മളിപ്പോൾ എനർജി വണ്ടിക്ക് ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഇപ്പോൾ 93% ആയി. ഒരു 80 to 100 ആവാൻ കുറച്ച് സ്ലോ ആയിട്ട് വരില്ല. 90 to 100 ആവാൻ കുറച്ച് സ്ലോ ആയിട്ടാണ്. കൂടുതലും 90 to 100-ലാണ് കുറച്ച് സ്ലോ ആയിട്ടാണ് വണ്ടി ചാർജ് കയറത്തുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ ഹൈ റേഞ്ച് ഏരിയ ഒക്കെ ആണല്ലോ, കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ചാർജ് ഫുള്ളായിട്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 500 രൂപയായി നമ്മൾ ചാർജ് ചെയ്തതിന്. അത് 27.86 കിലോ വാട്ട് നമ്മളിപ്പോൾ എടുത്തു. ഇവിടുന്ന് ചാർജ് എടുത്തു. 1:07 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2:06 എൻഡ് ആയി. അത് 33%-ൽ നിന്ന് 100% ആവാൻ തന്നെ നമുക്കിപ്പോൾ ഒരു മണിക്കൂറിനടുത്ത് നമുക്ക് ചാർജിങ് ടൈം വന്നു. ചാർജ് 100% ആയി. ഇനി 320 കിലോമീറ്ററോടുള്ള റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ യൂസേജ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. 152 കിലോമീറ്റർ വീട്ടിൽ നിന്നും മൂന്നാർ ഇവിടെ ഈ ചാർജിങ് സ്റ്റേഷൻ വരെ നമ്മൾ 152 കിലോമീറ്റർ നമ്മൾ റൺ ചെയ്തു. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കാനുള്ള പ്ലാനിലാണ്. നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 2 റൈഡേഴ്സിനെ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വന്നു. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോകുന്ന എസ്പൾസ് ബാക്ക് ടയർ പഞ്ചറായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണം.
നന്മമരം എൻ്റെ മനസ്സിൽ നന്മമരം ഉണർന്നു. അപ്പോൾ ഈ ബ്ലോക്ക് മാറിയിട്ട് വണ്ടി സൈഡാക്കി നമുക്ക് ഒരു ടയർ കാറ്റടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടിയിലൊരു എയർ പമ്പ് ഉള്ളത് കൊണ്ട് അങ്ങനെ അവരെ സഹായിക്കാമെന്ന് തോന്നി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തപ്പോൾ 85% അതിപ്പോൾ 87% കണ്ടോ. റീജനറേഷൻ വഴി നമുക്ക് 87% കിട്ടി. അതിന് 275 കിലോമീറ്ററാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ വീണ്ടും കയറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ വാൾപ്പാറയിലെ ഒരു അപകടം എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ വണ്ടി ഹൈ റേഞ്ചിൽ നിന്ന് താഴോട്ട് ഇറക്കുമ്പോൾ നമ്മൾ അധികം ഒരു 80% അല്ലെങ്കിൽ ഒരു 70% ആ ലെവലിൽ താഴോട്ട് ഇറക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ല 100% താഴത്തേക്ക് വരികയാണെങ്കിൽ റീജനറേഷൻ വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ റീജനറേഷൻ വർക്ക് ചെയ്യാതെ വരുമ്പോൾ വണ്ടിക്ക് ഒന്നുകൂടെ പവർ കൂടുതലായിട്ട് ഒരു ബ്രേക്കിംഗ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് ഇങ്ങോട്ട് പോരും. അപ്പോൾ അത് അപകടങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അധികം ഒരു 80%, 80% അല്ല 85% ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ റീജനറേഷനിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ചെറിയൊരു ബ്രേക്കിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ വേറെ ബ്രേക്ക് അധികം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആക്സിഡന്റ് നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ബ്രേക്കിംഗ് വണ്ടി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അധികവും അത് സൂക്ഷിക്കുക. ഇലക്ട്രിക്കൽ വണ്ടി യൂസ് ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കുക. എല്ലാവരും ടൂറൊക്കെ പോകുന്നൊരു സമയമാണ്. നമുക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് ഒറ്റ ചാർജിൽ 260 കിലോമീറ്ററാണ്. ഹൈ റേഞ്ച് എല്ലാം പോയതുകൊണ്ടാണ് അത്ര റേഞ്ച്. നോർമൽ റോഡിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 320 മുകളിൽ വരെ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടി ഉപയോഗിക്കുന്നവർ അവർക്ക് കിട്ടുന്ന റേഞ്ച് താഴെ കമൻ്റായിട്ട് ഇടുക.